നീ നമുക്കിങ്ങനെ വരുമ്പോഴേ ഇവിടെ ഈ സെറ്റിങ്സ് എടുത്താൽ സ്വിച്ച് ടു എക്സ്പേർട്ട് മോഡ് എന്ന മോഡ് ഉണ്ട്. ഉം. ഈ എക്സ്പേർട്ട് മോഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സ്വിച്ച് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതാണ് എക്സ്പേർട്ട് മോഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് സ്മാർട്ട് മോഡാണ്. സിമ്പിൾ ആയിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന രൂപത്തില് നമുക്ക് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ ശരിക്കും എക്സ്പേർട്ട് മോഡാണ്. ഇവിടെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ടൂൾസും കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ പക്ഷെ അഡ്വാൻസ് ആയിട്ട് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ന്യൂ ക്യാമ്പയിൻ എന്നുള്ളത് കൊടുത്തു. പേയ്മെന്റ് റെഡി ആയാലും ഇത് കാണൂലല്ലോ. അത് അല്ല, ഇനി ഓപ്പൺ ചെയ്യുമ്പോഴേ എക്സ്പേർട്ട് മോഡ് സ്വിച്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതാണ് ശരിക്കും ഗൂഗിൾ ആഡ്സിന്റെ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. സെയിൽസ് എന്ന കാറ്റഗറി ഉണ്ട്, ലീഡ്സ് എന്ന് പറയുന്നുണ്ട്, വെബ്സൈറ്റ് ട്രാഫിക് ഉണ്ട്, ആപ്പ് പ്രൊമോഷൻ ഉണ്ട്, അതുപോലെ അവയർനെസ് ആൻഡ് കോൺസെൻട്രേഷൻ ഉണ്ട്, ലോക്കൽ സ്റ്റോർ വിസിറ്റ് പ്രൊമോഷൻ ഉണ്ട്, പിന്നെ ക്രിയേറ്റ് ക്യാമ്പയിൻ വിത്തൗട്ട് ഗോൾ ഗൈഡൻസ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ എന്താ ഗോൾ വെച്ചിട്ടുള്ളതാണ്. സെയിൽസ് ആണ് ഒരു ഗോള്, ലീഡ്സ് ആണ് ഒരു ഗോള്, മറ്റേ വെബ്സൈറ്റ് ട്രാഫിക് ആണ്, മറ്റൊന്ന് ആപ്പ് പ്രൊമോഷൻ ആണ്, മറ്റൊന്ന് അവയർനെസ് ആണ്, ലോക്കൽ സ്റ്റോർ ആണ്. അപ്പൊ ആറ് ടൈപ്പ് ഓഫ്, ആറ് ഗ്രൂപ്പ് ഓഫ് ക്യാമ്പയിൻസ് ആണ് അത് ശരിക്കും. അതല്ലാതെ നമുക്കിവിടെ വിത്തൗട്ട് ഗോൾ ഇല്ലാതെ നോക്കുകയാണെങ്കിൽ ഇതാണ് ശരിക്കും ക്യാമ്പയിൻ ടൈപ്പ്. 1 2 3 4 5 6 7 8 ടൈപ്പ് ക്യാമ്പയിൻസ്, എന്ത് ചെയ്യുക, 9 ടൈപ്പ് ക്യാമ്പയിൻസ് ഗൂഗിളിൽ ചെയ്യാൻ പറ്റും. 9 ടൈപ്പ്, മനസ്സിലായോ? ഉം, ഉം. 9 ടൈപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റും. അത് എവിടൊക്കെയാണ് ഷോ ചെയ്യേണ്ടത് ഇവിടെ കാണാം കണ്ടോ. ഇത് ഗൂഗിള്, യൂട്യൂബ്, ജിമെയില്, ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ ഡിസ്കവർ, അതുപോലെ തന്നെ ഡിസ്പ്ലേ ആഡ്സ്. ഇത്രയും കാര്യങ്ങളിൽ ഈ പെർഫോമൻസ് മാക്സ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ചെയ്ത റൺ ചെയ്യും. സെർച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ചിൽ മാത്രം. ഡിസ്പ്ലേ ആഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമെയില്, യൂട്യൂബ്, ഡിസ്കവറിൽ കാണിക്കും. അതുപോലെ ഷോപ്പിംഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ സെർച്ചിൽ മാത്രം കാണിക്കും. വീഡിയോ കഴിഞ്ഞാൽ യൂട്യൂബിൽ മാത്രം. പിന്നെ ഡിമാൻഡ് ജെൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതിയ ക്യാമ്പയിൻ ഉണ്ട്. അതായി കഴിഞ്ഞാലും ഇവിടെ എന്തുണ്ട്, ഡിസ്കവറിയില്, ഇമെയില്, യൂട്യൂബില്. ആപ്ലിക്കേഷൻ പ്രൊമോഷൻ എല്ലാത്തിലും കാണിക്കും. ഹോട്ടൽ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ, അതിന് നമുക്ക് ഹോട്ടൽ സ്വന്തമായിട്ട് വേണം കേട്ടോ. ഹോട്ടൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ബിസിനസ് ലിസ്റ്റ് ചെയ്തില്ലേ, ഉം, ഉം. അതേപോലെ. അപ്പൊ അത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്ത് ക്യാമ്പയിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഉള്ളൊരു ഓപ്ഷനാണ് സ്മാർട്ട്. ഈ സ്മാർട്ട് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഇപ്പൊ നമ്മൾ ചെയ്തതിലൊന്ന്, നമ്മൾ ചെയ്ത ക്യാമ്പയിൻ ആണ് ഇപ്പോൾ ചെയ്തത് സ്മാർട്ട് ക്യാമ്പയിൻ എന്ന് പറഞ്ഞത്. ഉം. ഉം. അതിന്റെ റിയൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, ഇപ്പൊ നമ്മൾ ചെയ്ത ഇതേ രൂപത്തില്. ഈ യൂട്യൂബിൽ ചെയ്യുമ്പോഴേ ആ, നമ്മള് തീരുമാനിക്കണം എന്നെ ഇതിൽ എന്നെ വീഡിയോയിലാ കാണിക്കുന്നത്, അല്ല ഓല് തീരുമാനിക്കും എങ്ങനെയാണ് നമ്മൾ യൂട്യൂബില് ഈ വീഡിയോ നമ്മളെ ആഡ്സ് ഇന്ന വീഡിയോയിൽ കാണിക്കണം നമ്മൾ തീരുമാനിക്കല. നമ്മൾ തീരുമാനിക്കൊണ്ട് സ്മാർട്ടിലാകുമ്പോ നമുക്ക് തീരുമാനിക്കാന്ന് പറ്റില്ല, അതാണ് ഓടിക്കോളും. പക്ഷെ ആ. അഡ്വാൻസിൽ എന്തുണ്ട്, നമുക്ക് ഉം. ഏത് ചാനലിൽ വരണം, ഏത് വീഡിയോയിൽ വരണം. ഇപ്പൊ ഫിറോസ് ചുട്ടിപ്പാറിന്റെ ഒരു ഫുഡിന്റെ വീഡിയോ, ഒരു രാഗി ഫുഡ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ രാഗി ഫുഡ് ബേസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു കുക്കിംഗ് ഉം. വീഡിയോ ഉണ്ടെന്ന് കരുതുക. അതിപ്പോ ഉം. പുതിയത് വന്നാണെങ്കിൽ ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ രാഗിന്റെ ആഡ് കാണണം. അങ്ങനെ വരെ നമുക്ക് ഉം. സെറ്റ് ചെയ്യാം. അപ്പൊ ഇന്ന വീഡിയോ നമുക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന ചാനൽ കൊടുക്കുക, നമുക്ക് സെലക്ടഡ് ഉം. വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പൊ അതിൽ മാത്രമായിട്ട് നമ്മൾ ആഡ് ഇടേണ്ടി വരും. അത് നമ്മള് ഓൽക്ക് പേയ്മെന്റ് എന്തെങ്കിലും കൊടുക്കണോ? ഓൽക്ക് പേയ്മെന്റ് കൊടുക്കണം, നമ്മൾ ഗൂഗിളിനെ കൊടുക്കണം. ഓൽക്ക് ഗൂഗിൾ കൊടുക്കുന്നുണ്ടല്ലോ ഓൾറെഡി. ഓൽക്ക് ഈ ഉം. ആഡ് ഇതിൽ ഓടിയിട്ടാണ് ഓൽക്ക് ആഡ്സൻസ് വഴി എന്ത് ചെയ്യണ്ടേ, യൂട്യൂബ് പൈസ കൊടുക്കുന്നുണ്ട്. ഉം. 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 ഓക്കെ, അപ്പൊ ഇതിൽ സ്മാർട്ട് ക്യാമ്പയിൻ ആണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത്. ഇപ്പൊ ഇതിലുള്ള ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, വോയിസ് കട്ടായില്ല. കട്ടാവുണ്ട്. കട്ടാണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? അപ്പൊ ഓക്കെ. അപ്പൊ ഇത്രയും ടൈപ്പ്, 9 ടൈപ്പ് ക്യാമ്പയിൻ ഉണ്ട്. ഇതിലെ സ്മാർട്ട് ക്യാമ്പയിൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ക്ലിയർ ആയോ? ആ, ആ, ആ. ഓക്കെ,
ഓക്കെ. ഓക്കെ. സ്മാർട്ട് ക്യാമ്പയിനിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇതല്ല. ക്ലിയർ അല്ലേ? ക്ലിയർ. അൻവർക്ക പോയോ? ദുബായ് പോയോ? ക്ലിയറാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇനിയുള്ളൊരു ക്യാമ്പയിനാണ് സെർച്ച് ക്യാമ്പയിന്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കേണ്ട സെർച്ച് ക്യാമ്പയിൻ ആട്ടോ. അപ്പൊ സെർച്ച് ക്യാമ്പയിന് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഈ പെർഫോമൻസ് എന്താ മാക്സിന് പെർഫോമൻസ് മാക്സ്? പെർഫോമൻസ് മാക്സ് കുറച്ചും കൂടെ ടൈം എടുക്കും. ഇന്നിപ്പോ ആ, 8:15 ഓക്കെ. അപ്പൊ അതുകൊണ്ടാ പിന്നെ ഞാൻ ആ, സെർച്ച് ചെയ്തത്. ഇതെടുത്താൽ തന്നെ അത്യാവശ്യം ടൈം ഇതിൽ വരും. അതൊരു പ്രശ്നമുണ്ട്. വോയിസ് ഇങ്ങനെ കട്ടായി പോകുന്നു. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഹലോ. ക്ലിയർ ഉണ്ട്. ഇപ്പൊ ക്ലിയർ ഉണ്ട്. ഇടക്ക് പോണോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഈ 9 ടൈപ്പ് ക്യാമ്പയിൻ ആണ്. സ്മാർട്ട് ക്യാമ്പയിൻ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത്. ഓക്കെ. ഇപ്പൊ നമ്മൾ സെർച്ച് ക്യാമ്പയിൻ ഇനി എടുക്കാം. അപ്പൊ സെർച്ച് ക്യാമ്പയിൻ ഞാൻ സെലക്ട് ചെയ്തു. കണ്ടിന്യൂ എന്ന് കൊടുത്തു. അപ്പൊ നമുക്കിവിടെ ഓൾറെഡി നമ്മള് ഇവിടെ വെബ്സൈറ്റോ കോണ്ടാക്റ്റോ കാളാട് അതിന് വേണ്ടി എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കൂട്ടോ. അപ്പൊ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ വരും. അത് മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാം, അതല്ലെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സെർച്ച് ക്യാമ്പയിനെ കൊടുത്തിട്ടുള്ളത് അവിടെ ഓപ്ഷൻസ് ഉണ്ട്. ആ സെർച്ച് ക്യാമ്പയിൻ ആഡ് കാണിക്കുമ്പോൾ അതിന്റെ താഴെ വെബ്സൈറ്റ് വിസിറ്റ് കൊടുക്കുക, ഫോൺ കാൾസ് കൊടുക്കുക, ആപ്പ് ഡൗൺലോഡ് കൊടുക്കുക, 3 ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് കൊടുക്കുക, ഫോൺ നമ്പർ വെച്ച് കാൾ ആഡ് കൊടുക്കുക, വെബ്സൈറ്റ് വിസിറ്റ് കൊടുക്കുക. അവിടെ ഏതാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സ്റൂ എന്നുള്ള നമ്മുടെ വെബ്സൈറ്റ് വെച്ചിട്ട് വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തു. ഈ ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫോൺ കോള് അല്ലെങ്കിൽ ആപ്പിന്റെ ലിങ്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കും. പിന്നെ അവിടെ ഓക്സ്റൂ സെർച്ച് ആഡ് എന്ന് ക്യാമ്പയിൻ നെയിം കൊടുത്തു. ദെൻ കണ്ടിന്യൂ കൊടുത്തു. അപ്പൊ ഇവിടെ ബിഡിങ് ഓപ്ഷൻ ആണ്. ബിഡിങ് എന്ന് നമുക്ക് അറിയാലോ, നമുക്ക് പെർ ക്ലിക്ക് ആണ് ഇവിടെ വരിക. ക്ലിക്ക്, കൺവേർഷന്, അതുപോലെ കൺവേർഷൻ വാല്യൂ അല്ലെങ്കിൽ ഇംപ്രഷൻ ഷെയർ. ഇത്രയും 4 കാര്യങ്ങളാണ്. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ പെർ ക്ലിക്കിനാവും എമൗണ്ട് പോവുക. ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ 1000. നമ്മൾ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് റിസൾട്ട് കാണിക്കുമല്ലോ, അതിനാണ് ഇംപ്രഷൻ എന്ന് പറയാം. മനസ്സിലായോ? ഉദാഹരണത്തില് എന്താ ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കുറെ വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണമെന്നില്ല. ഈ ഷോ ചെയ്താൽ തന്നെ ഇത് ഇംപ്രഷൻ ആയി. കിട്ടിയോ? അതാണ് ഇംപ്രഷൻ. അത് ക്ലിക്ക് ചെയ്താലാണ് ക്ലിക്സിന്റെ വാല്യൂ വരിക. ക്ലിക്ക് അത് അതിന് എവിടെ ക്ലിക്ക് ചെയ്താലും ക്ലിക്ക് ആയിട്ട് പരിഗണിക്കും. കൺവേർഷൻ എന്ന് പറയുന്നത് അതിന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു എൻട്രി വരിക, ഒരു ട്രാഫിക് വരിക. ഓക്കെ. കൺവേർഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ലീഡ് ഫില്ല് ചെയ്യുക, ലീഡ് ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്ട് പേജ് ക്ലിക്ക് ചെയ്യുക, അത് നമ്മുടെ വെബ്സൈറ്റിന്റെ ഉള്ളിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്താണ് വേണ്ടതെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കൺവേർഷൻ വാല്യൂ. അപ്പൊ ഇങ്ങനെ ഈ 4 കാറ്റഗറിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്യാമ്പയിൻസ് ചെയ്യാം. ഈ കൺവേർഷൻ വാല്യൂ കൺവേർഷൻ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ വെബ്സൈറ്റ് ഇതിനായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഒരു എൻഗേജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും പേജോ കാര്യങ്ങളോ ഒരു കണ്ടീഷൻ കൊടുക്കണം. ഈ പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺവേർഷൻ നടന്നു, അല്ലെങ്കിൽ ഇപ്പൊ കാർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കാർട്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ കൺവേർഷൻ നടന്നു, പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ കൺവേർഷൻ നടന്നു എന്നുള്ളത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. എന്നാലാണ് കൺവേർഷൻ വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കൺവേർഷൻ ആകുമ്പോൾ വെബ്സൈറ്റിലേക്ക് കടന്നിട്ട് ക്ലിക്ക് ആകുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഇംപ്രഷൻ ആകുമ്പോൾ ഇംപ്രഷൻ, ഈ രീതിയിലാണ് വരിക. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കൺവേർഷൻ കൊടുത്തു, വെബ്സൈറ്റിലേക്ക് ഒരാളെ കൺവേർട്ട് ചെയ്യാം. അതിന് നമുക്ക് എമൗണ്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ബിഡ് ചെയ്യണമെങ്കിൽ ബിഡ് ചെയ്യാം. പിന്നെ നമുക്ക് അറിയണം കേട്ടോ, അത് CPV, കോസ്റ്റ് പെർ അക്വിസേഷൻ എന്ന് പറയാം. അതായത് ഒരു ആള് കൺവേർട്ട് ചെയ്ത് വരുന്നതിന് നമുക്ക് വരുന്ന കോസ്റ്റ് എത്ര നമുക്ക് ഇവിടെ നിക്ഷേപിക്കാം. ഞാനത് കൊടുക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് അടിച്ചു.
അപ്പോ ഈ സെർച്ച് ക്യാമ്പയിനിൽ രണ്ട് സ്ഥലങ്ങളിലാണ് രണ്ട് പ്ലേസ്മെന്റ് ഉള്ളത്. ഒന്ന് സെർച്ച് നെറ്റ്വർക്ക്, അതായത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സ്ഥലം. മൂന്നാമത് ഡിസ്പ്ലേ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ വലത് ഭാഗത്ത് കാണിക്കുമല്ലോ, ഇവിടെ ഇമേജ് വിത്ത് ഉം. കാണിക്കും. ഇവിടെ ഇമേജ് വിത്ത് സെർച്ചിൽ കാണിക്കും ചിലപ്പോൾ. അതിനാണ് സെർച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ രണ്ടിലും ആഡ് ഓടണോ എന്നുള്ളതാണ്. അത് ഓടണമെങ്കിൽ രണ്ടും ഓൾറെഡി ഡിഫാൾട്ട് ആയിട്ട് ടിക്ക് ഉണ്ടാവും. അത് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ടിക്ക് ഒഴിവാക്കാം. ദെൻ അടുത്തത് ലൊക്കേഷൻ. ലൊക്കേഷൻ നമുക്ക് എവിടെയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഒന്നുകിൽ ഓൾ കൺട്രീസ് കൊടുക്കുക, ഇന്ത്യ കൊടുക്കുക, നമുക്ക് എവിടെ വേണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. ഞാനിവിടെ എന്ത് ചെയ്യുക, കേരള കൊടുക്കുക. അപ്പൊ ഇവിടെ കേരള ടാർഗറ്റും ഉണ്ട്, എക്സ്ക്ലൂഡും ഉണ്ട്, നിയർ ബൈ ഉണ്ട്. ടാർഗറ്റ് ചെയ്താൽ ആ ഏരിയ ടാർഗറ്റ് ചെയ്യും, കേരള സ്റ്റേറ്റ് ടാർഗറ്റ് ചെയ്യും. എക്സ്ക്ലൂഡ് കൊടുത്താൽ കേരള സ്റ്റേറ്റ് ഒഴിവാക്കും. നിയർ ബൈ കൊടുത്താൽ കേരള സ്റ്റേറ്റിന്റെ നിയറസ്റ്റ് സ്റ്റേറ്റുകളാണ് എന്ത് ചെയ്യാൻ പരിഗണിക്കുക. അപ്പൊ ഞാനിവിടെ ടാർഗറ്റ് കൊടുത്തു. ഇതോടെ അഡ്വാൻസ് ആയിട്ടൊക്കെ സെർച്ച് ചെയ്യട്ടെ ലൊക്കേഷൻസ്. നമുക്ക് റേഡിയസ് ആയിട്ടും ബൾക്ക് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാം, മറ്റേനേക്കാളും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് കണ്ടൊക്കെ കൊടുക്കാൻ പറ്റും. നമ്മള് മറ്റേ സ്മാർട്ട് ക്യാമ്പയിൻ ചെയ്ത പോലെയല്ല, ഇതിൽ ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ. പിന്നെ അടുത്തത് ടാർഗറ്റ് പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് പീപ്പിൾ ഇൻ റെഗുലർലി ഷോ ഇൻട്രസ്റ്റ് യുവർ ടാർഗറ്റ് ലൊക്കേഷൻ. പിന്നെ അതുപോലെ പ്രസൻസ് പീപ്പിൾ ഇൻ റെഗുലർലി ഇൻ യുവർ ടാർഗറ്റ് ലൊക്കേഷൻ. ഇവിടെ രണ്ട് കാറ്റഗറി ഉണ്ട്. നമ്മളിപ്പോ കേരള കൊടുത്തു. അപ്പൊ കേരളത്തിൽ റെഗുലർ ആയിട്ടുള്ള ആൾക്കാരും വല്ലപ്പോഴും വന്നു പോകുന്ന, അല്ലെങ്കിൽ കേരള ഇൻട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആള് വിദേശത്തുള്ള, ഇങ്ങനത്തെ ആളുകളെ കണക്ട് ചെയ്യണോ, അതല്ല ഇപ്പൊ റെഗുലറായിട്ട് ലൈവ് ആയിട്ട് അവിടെ ഉള്ള ആളെ മാത്രം മതിയോ എന്നുള്ള ചോദിച്ചത്. നമ്മൾ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ആള് പല ബാംഗ്ലൂരാക്കാരും, പക്ഷെ കേരളക്കാരനാക്കാരം ആൾ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണോ, അതല്ല റെഗുലർ ആയിട്ട് ഇപ്പൊ ലൈവ് ആയിട്ട് കേരളത്തിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ പീപ്പിൾ ഇൻ ഓർ റെഗുലർലി ഇൻ യുവർ ടാർഗറ്റ് ലൊക്കേഷൻ എന്ന് കൊടുക്കണം. എന്നാലേ ഇപ്പോൾ ഇവിടെ ലൈവ് ഉള്ള ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ ടാർഗറ്റിങ്? ലാംഗ്വേജ് നമുക്ക് ഏതാ വേണമെങ്കിലും കൊടുക്കാം. ഡിഫാൾട്ട് ആയിട്ട് ഇംഗ്ലീഷ് ഉണ്ടാവും, then മലയാളം കൂടെ കൊടുക്കാം, കേരള ആയതുകൊണ്ട് തന്നെ. അടുത്തത് ഓഡിയൻസ്. നമ്മൾ ഓഡിയൻസ് ആരാണെന്നുള്ളതാണ്. ഓഡിയൻസ് സെഗ്മെന്റ് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോ നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ എന്താ വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ഇവിടെ വരും അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് സർവീസ്. പക്ഷെ ഇത് ശ്രദ്ധിക്കണം വെച്ചാൽ ഇത് സർവീസ് സെക്ടർ അങ്ങനെ വരിക. നമുക്ക് വേണ്ടത് എന്താണ്, കോഴ്സ് ആണ്. അപ്പൊ നമ്മളത് കറക്റ്റ് കൊടുക്കണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ഇതേപോലത്തെ ആൾക്കാരെ കൊടുത്തത് കാര്യമില്ലല്ലോ. ജോബ്, എഡ്യൂക്കേഷൻ. നമുക്കിവിടെ എഡ്യൂക്കേഷൻ എന്നുള്ള കാറ്റഗറി കൊടുക്കുക. അഡ്വാൻസ്ഡ് ഡിഗ്രി, എഡ്യൂക്കേഷൻ സെക്ടർ, ഹെൽത്ത് ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ്, റിയൽ എസ്റ്റേറ്റ്, ബാങ്കിങ്, ഓൺലൈൻ കോഴ്സ്, ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ബിസിനസ് എഡ്യൂക്കേഷനിൽ കൊടുക്കാം. നമുക്ക് എഡ്യൂക്കേഷൻ ജോബിൽ കൊടുക്കാം. പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ, പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി കഴിഞ്ഞ് IT ജോബ്, ടെക്നിക്കൽ ജോബ് നോക്കുന്നവർക്ക്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാ, നമുക്കിവിടെ ഓഡിയൻസിന് കൊടുക്കുക. ഇവിടെ സെർച്ച് ഉണ്ട്, പിന്നെ ബ്രൗസ് ഉണ്ട്. ബ്രൗസിൽ എന്തുണ്ട്, ഹൂ ദേ ആർ, ഡീറ്റെയിൽഡ് ഡെമോഗ്രഫി, അത് പാരന്റ്, നമ്മൾ മറ്റൊരു തിരനോ, പാരന്റൽ സ്റ്റാറ്റസ്, മാരീഡ്, അങ്ങനെ പാരന്റ്, മെറിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട്, ഓണർഷിപ്പ് സ്റ്റാറ്റസ്, എംപ്ലോയ്മെന്റ് ബേസ് ചെയ്തിട്ട്, ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇത് ഓരോ കാറ്റഗറി എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടമാനം കാറ്റഗറി ഉണ്ടാവും. അപ്പൊ മറ്റേ അതേപോലെ തന്നെയാണ്. അപ്പൊ ഇത് എടുത്തുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കണ്ട നിങ്ങൾ ഓരോ കാറ്റഗറി. ഇവിടെ ഇൻട്രസ്റ്റും ഹാബിറ്റും ഉണ്ട്. ഇൻട്രസ്റ്റ്, ഹാബിറ്റ്, അതുപോലെ തന്നെ എന്താ ഇൻട്രസ്റ്റ്, ഹാബിറ്റ്, ദെയർ ആക്ടിവിറ്റി, റിസർച്ചിങ് ഓർ പ്ലാനിങ്. സെർച്ച് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവര്. ഇൻട്രസ്റ്റ് വിത്ത് യുവർ ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ആക്കാറ്. കമ്പൈനഡ് ഓഡിയൻസ് സെഗ്മെന്റ് ആണ് ഇത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രൗസ് ചെയ്തിട്ട് ഓരോന്ന് ടാർഗറ്റ് ചെയ്ത് പോവാം ആവശ്യമുള്ളത്. അല്ലെങ്കിൽ സെർച്ചിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കൊടുക്കുന്നത് ഇവിടെ വലതു ഭാഗത്ത് വരും കേട്ടോ. എന്നിട്ട് പിന്നെയുള്ള ടാർഗറ്റിംഗ് സെറ്റിംഗ് ഫോർ ക്യാമ്പയിൻ. ഇവിടെ എന്ത് ചെയ്യാം, നാരോ ടാർഗറ്റിംഗും ഉണ്ട്, ഒബ്സർവറും ഉണ്ട്. നാരോ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത അതേ ആൾക്കാരെ കാണിക്കും.
ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒബ്സർവേഷൻ ആണ്. നമ്മൾ കൊടുത്തതും നമ്മളെ ആഡുമായി സിമിലർ ചെയ്ത ആളുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ഉള്ള ആൾക്കാരെ മാത്രം കാണിക്കുള്ളൂ നാരോയിലാണെങ്കിൽ. ഒബ്സർവേഷൻ ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവരും അല്ലെങ്കിൽ സെർച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ ഇൻട്രസ്റ്റ് ഉള്ളവര്, അതുപോലെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ളത്, അപ്പൊ അത് റിലേറ്റ് ചെയ്തുള്ള വേർഡ്സ് ഉണ്ടല്ലോ അതിനെയും കൂടെ പരിഗണിക്കും. മറ്റത് എക്സാക്ട് നമ്മൾ എന്ത് കൊടുത്തോ അത് മാത്രമേ ടാർഗറ്റ് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ. അടുത്തത് ബ്രോഡ് മാച്ച് കീവേഡ്. കീവേഡ് നമുക്ക് എന്ത് ചെയ്യാം, ബ്രോഡ് മാച്ചും ഉണ്ട്, അതുപോലെ തന്നെ എന്താ ടൈപ്സും ഉണ്ട്. ബ്രോഡ് മാച്ച് എന്ന് പറയുന്നത് എൻ്റെ ഇവിടെ രണ്ട് ടൈപ്പ് കീവേഡ് ആണ്. അപ്പൊ നമുക്ക് യൂസ് ബ്രോഡ് മാച്ച് കീവേഡ് ഫോർ യുവർ എൻറ്റയർ ക്യാമ്പയിൻ. നമുക്ക് നമ്മുടെ എല്ലാ ക്യാമ്പയിനും എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് കൊടുക്കുന്ന കീവേഡ്സ് കൊടുക്കുക. അതല്ലെങ്കിൽ യൂസ് കീവേഡ് മാച്ച് ടൈപ്പ്, ഓരോ ആഡിനും മാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സെപ്പറേറ്റ് കീവേഡ് കൊടുക്കാം. രണ്ട് രീതിയിൽ കീവേഡ് കൊടുക്കാം. ഒന്ന് നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള കീവേഡ് കൊടുക്കുക, അതല്ലെങ്കിൽ ഓരോ ക്യാമ്പയിന് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ഒരു ക്യാമ്പയിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ആഡ് സെറ്റിൽ ഓരോ സെറ്റ് ഓഫ് കീവേഡ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടും കൊടുക്കുക. അത് എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ടോട്ടൽ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, യൂസ് മാച്ച് ടൈപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രോഡ് മാച്ച് കൊടുക്കുക. ഇതിനടുത്ത് സെറ്റിങ്സിലൂടെ നമുക്ക് ഒപ്റ്റിമൈസ് പ്രിഫർ ബെസ്റ്റ് പെർഫോമൻസിങ് ആഡ്, ഡോൺ ഒപ്റ്റിമൈസ് റൊട്ടേറ്റ് ഐഡന്റിഫൈ. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക, ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റും. അത് ടിക്ക് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുണ്ടാവും. അത് ഓട്ടോമാറ്റിക് പല രീതിക്കായിട്ട് എന്ത് ചെയ്യും, കാണിച്ചോളും. അത് അങ്ങനെ വേണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. ഡോൺ ഒപ്റ്റിമൈസ് ചെയ്യേണ്ട എന്ന് കൊടുക്കുക. അത് ഓരോ പ്ലേസ്മെന്റിനും അടുത്ത സാഹചര്യത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ബെറ്റർ ആയിട്ട് വന്നോളും. പിന്നെ അടുത്ത ഡേറ്റും ടൈം, എന്നാണ് ഗെയിമിംഗ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എൻഡിങ് ഡേറ്റ് എന്ന് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് ആഡ് ഷെഡ്യൂളിങ്. എല്ലാ ദിവസവും ആഡ് കൊടുക്കണോ, അതല്ല ഓരോ ദിവസവും ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്ത് ചെയ്യുക, ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സൺഡേ കൊടുത്തു കഴിഞ്ഞാൽ മോർണിംഗ് ഇന്ന സമയം മുതൽ ഈവനിങ് ഇത്ര സമയം വരെ, അങ്ങനെ ഓരോ ദിവസവും നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അടുത്തത് ക്യാമ്പയിൻ URL. URL ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മുടെ ക്യാമ്പയിൻ ട്രാക്ക് ചെയ്യാൻ നമുക്ക് ട്രാക്കിംഗ് നമ്മൾ ടാഗ് മാനേജർ പോലത്തെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കോഡ് ഉണ്ട്. ആ കോഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് എന്ത് ചെയ്യുക, ആഡ് ട്രാക്ക് ചെയ്യുക, അതിനുള്ളതാണ്. അപ്പൊ അത് ഞാൻ ഇപ്പൊ കൊടുക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ്, ചില ബ്രാൻഡുകൾ, ഒരു 10ഓളം ബ്രാൻഡൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, കീവേഡ് ഒക്കെ ഇവിടെ കൊടുക്കുക. അപ്പൊ ആ കീവേഡിൽ അല്ലെങ്കിൽ ആ ബ്രാൻഡിലൊന്നും നമ്മൾ ആഡ് എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യൂല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ബ്രാൻഡ് റെസ്ട്രിക്ഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുക്കട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്യാമ്പയിൻ സെറ്റിംഗ്സിൽ വരുന്നത്. ഇത് നെക്സ്റ്റ് അടിക്കുക. പിന്നെ വരുന്ന ആഡ് ഗ്രൂപ്പ്. ഇവിടെയാണ് നമുക്ക് കീവേഡ് കൊടുക്കാനുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഓക്സ്റൂ ഓട്ടോമാറ്റിക് ഓക്സ്റൂന്റെ വെബ്സൈറ്റിലുള്ള കീവേഡ് ഇവിടെ എന്ത് ചെയ്തു, ഇവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വെബ്സൈറ്റ് കൊടുക്കുമ്പോൾ അതിന് ഇവര് ടെക് വോയിസ് എന്ന ഓട്ടോമാറ്റിക് ഇവിടെ കീവേഡ് വരും. നമ്മളെ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ കീവേഡ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. വെബ്സൈറ്റ് കീവേഡ് കൊടുത്തിട്ടുണ്ടാവണം കേട്ടോ. ഇനി നമുക്ക് കൂടുതൽ കീവേഡ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിച്ചിട്ട് നമുക്ക് വേണ്ട കീവേഡ് ഒക്കെ കൊടുക്കാം. പിന്നെ മോർ കീവേഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. പിന്നെ ഇവർ കുറെ കീവേഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതും കൂടി ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ഓൾ എന്ന് കൊടുത്താൽ അവർ അഡീഷണൽ കുറെ കീവേഡും കൂടെ എന്ത് ചെയ്യും, ഇതിൽ ആഡ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അടുത്ത സെഷനാണ് ആഡ്സ്. ആഡ്സിലാണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കും ആഡ് കാണുക. അപ്പൊ എങ്ങനെയാണ് സ്പോൺസേർഡ് ആഡ് കാണിക്കുക ഗൂഗിളിൽ എന്നുള്ളത് ഇവിടെ കാണാം. അപ്പൊ ആ രീതിക്ക് നമുക്ക് കണ്ടന്റ് കൊടുക്കാം. ഇവിടെ വെബ്സൈറ്റിന്റെ URL ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇവിടെ ഡിസ്പ്ലേ പാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വെബ്സൈറ്റിന്റെ നെയിം കാണാൻ പറ്റും. അതിനോട് കൂടെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ കാണാൻ പറ്റും oxru/digital marketing എന്ന് വരും. പിന്നെ അടുത്തത് ഹെഡ്ലൈന്. ഹെഡ്ലൈൻ 15ഓളം ഹെഡ്ലൈൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ഹെഡ്ലൈൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ, ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഈ ഗ്രീൻ കളർ കാണിക്കുന്നത് നമ്മുടെ കീവേഡിലുള്ള വേർഡ്സാ. ഈ കീവേഡിലുള്ള വേർഡ്സ് എന്ത് ചെയ്യണം, നമ്മളെ ഹെഡ്ലൈനിൽ വരണം. അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് കേട്ടോ. കീവേഡിൽ കൊടുത്തുന്ന ഇതൊക്കെ കീവേഡാണ്. ഈ കീവേഡ് ഒക്കെ ഹെഡ്ലൈനിൽ വരണം. അപ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, ആഡ് സ്ട്രെങ്ത് ഇപ്പൊ പ്യുവർ ആണ്. ഇത് മാറിയിട്ട് ക്വാളിറ്റി ഉള്ള ആഡ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കീവേഡ് നിർബന്ധമായിട്ടും ഓരോ ആഡിലും ഉൾപ്പെടുത്താം.
ഇതൊക്കെ നമ്മൾ കീവേഡ്. അപ്പൊ ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വരും. ഇത് പിന്നെ ആദ്യം കീവേഡ് ഏറ്റവും ബെറ്റർ ആയിട്ട് സെലക്ട് ചെയ്യണം കേട്ടോ, എന്നാലേ ഇത് പരിപാടി നടക്കുള്ളൂ. ഇതിപ്പോ ഞാൻ ഓട്ടോമാറ്റിക് ഡിഫാൾട്ട് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കീവേഡ് അനലൈസ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വേണം ഗൂഗിൾ ആഡ് ചെയ്യാൻ. ഗൂഗിൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, കീവേഡ് സെറ്റ് ആക്കണം. ഉം. പിന്നെ അത് നമ്മൾ വെബ്സൈറ്റ് ഇട്ട് കൊടുക്കണം. വെബ്സൈറ്റിൽ ഓൾറെഡി കീവേഡ് വേണം, അതല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സിൽ അനലറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കീവേഡ് എടുക്കാം. അങ്ങനെ കീവേഡ് നമ്മുടെ ക്യാമ്പയിന്റെ ബെസ്റ്റ് കീവേഡ് ഏതാ നോക്കണം. ആ കീവേഡ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ആ കീവേഡുമായി ബന്ധപ്പെട്ട് ചാറ്റ് ജിപിടിക്ക് ആ കീവേഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ചാറ്റ് ജിപിടിനെ കൊണ്ട് ഇതിന്റെ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും ഉണ്ടാക്കിപ്പിക്കുക. ഒന്നുകിൽ നമുക്ക് നമ്മളെ രീതിക്ക് ഉണ്ടാക്കാം, അതില്ലെങ്കിൽ നമുക്ക് ചാറ്റ് ജിപിടിനെ കൂടെ ഉണ്ടാക്കിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മെയിൻ ഫോക്കസ്ഡ് ഇപ്പൊ നമ്മുടെ ബിസിനസ്സിന് ഒരു 10 ടോപ്പ് കീവേഡ് ഉണ്ട് ഏറ്റവും നല്ല ആൾക്കാർ സെർച്ച് ചെയ്യേണ്ടത്. ഏറ്റവും സെർച്ചോടെയുള്ള കീവേഡാണ് എടുക്കേണ്ടത്. ആ കീവേഡ് എടുത്തിട്ട് ആ കീവേഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഹെഡ്ലൈൻ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷന്, ഇതാണ് ഡിസ്ക്രിപ്ഷന്. 90 ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാൻ പറ്റും ഒരു ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ 4 ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം. അപ്പൊ അതും അതുപോലെ തന്നെ 15ഓളം ടൈറ്റ് ഹെഡ്ലൈൻ ഉണ്ടാക്കും, 30 ക്യാരക്ടറിൽ. അത് ചാറ്റ് ജിപിടിനെ കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചാറ്റ് ജിപിടി അടിപൊളിയായിട്ട് ഉണ്ടായി തരും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് അത് കീവേഡും കൂടെ അതിൽ ഇൻക്ലൂഡ് ആവണം. അപ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മളത് ശരിക്കും എന്താ ഇവിടെ ക്യാമ്പയിൻ ക്വാളിറ്റി കൂടുള്ളൂ. ഇവിടെ നമ്മൾ ഇങ്ങനെ കീവേഡ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രീന് കത്തും. ഇപ്പൊ ആഡ്സൻസ് ആവറേജ് ആയി. ഇവിടെ നമുക്ക് ഐഡിയാസ് ഉണ്ടാവും. ഹെഡ്ലൈൻ ഐഡിയ, അതുപോലെ ഹെഡ്ലൈൻ യൂണീക്ക് ആക്കാന്, ഡിസ്ക്രിപ്ഷൻ ഐഡിയ. ഇവിടെ ഒരുപാട് ഐഡിയ ഉണ്ട് കേട്ടോ. ഇവരെ ഭാഗത്ത് നിന്ന് ഒരു ഭയങ്കര സജഷൻ ചെയ്തു തരും ഇത് കൊടുക്കാനുണ്ട്. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻസ് എന്ത് ചെയ്യും, ലോഡ് ചെയ്യാം. എഫക്റ്റീവ് സെർച്ചുകൾ നമുക്ക് ഇതുപോലെ ഡിസ്ക്രിപ്ഷന് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ കൊടുക്കാം. അപ്പൊ അതിലും കൂടെ ഈ കീവേഡും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, അടിപൊളിയായിട്ട് ക്യാമ്പയിൻ ഓടുള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ ഇത് കണ്ടന്റ് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെങ്ത് സ്ട്രോങ് ആവും. ഇപ്പൊ ആവറേജ് ആയിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ്. പിന്നെ അടുത്ത് ബിസിനസ് നെയിം ആൻഡ് ലോഗോ. നമ്മളെ ലോഗോ കൊടുക്കണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഇതിനായിട്ട് കണക്ട് ചെയ്യണം. ഓട്ടോമാറ്റിക് ഇവിടെ കണക്ട് ചെയ്ത് വന്നോളും നമ്മുടെ ലോഗോ. അതിനാദ്യം നമ്മൾ വെബ്സൈറ്റും ഇതൊക്കെ ഇതിനായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. അടുത്ത് പിന്നെ സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാലേ എന്താന്ന് ചോദിച്ചാല്, സൈറ്റ് ലിങ്ക് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇതൊരു ആഡാണ്. ഓക്കെ, ഇതിപ്പോ ഒരു ആഡാണ്. IPCG ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഡാണ്. അപ്പൊ ഈ ആഡിന്റെ ഇതാണ് ടൈറ്റില്, ഇതാണ് ഡിസ്ക്രിപ്ഷന്. അതിന്റെ താഴെ കണ്ടോ 4 പേജസ് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ്. ഒന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, കോണ്ടാക്ടിന്റെ പേജ്, അവർ പ്ലേസ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അബൌട്ട്. 1 2 3 4 5 കൊടുത്തു. ഇത് കണ്ടോ? ഹലോ, ഇത് ചിലപ്പോ താഴെ ആയിട്ടും വരും, ചിലപ്പോ ഇങ്ങനെ സൈറ്റ് ആയിട്ട് വരും. ഇതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സൈറ്റ് ലിങ്ക് എന്ന് കൊടുക്കുന്നത് സൈറ്റ് ലിങ്ക് എക്സ്റ്റൻഷൻ എന്ന് പറയും. ഇത് മിനിമം നമുക്ക് 4 കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഡിന്റെ താഴെ എന്ത് ചെയ്യും, ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് മൊബൈലിലാണെങ്കിൽ താഴെ കാണിക്കും കേട്ടോ. ഡെസ്ക്ടോപ്പിലാകുമ്പോൾ ലെങ്തി ആയിട്ട് കാണിക്കും. അപ്പൊ അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇവിടെ സൈറ്റ് ലിങ്ക് സെറ്റ് ചെയ്യാം. അവിടെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾറെഡി ഇപ്പൊ നമ്മൾ 2 സൈറ്റ് ലിങ്ക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മെയിൻ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അങ്ങനെ 2 സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേര് വരുന്നത് ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം, 2 ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പൊ വന്നത് കണ്ടോ? ഹലോ, നിങ്ങൾ ആന്ന് പറയും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു. ഓക്കെ, അപ്പൊ ഇതിന് ഡിസ്ക്രിപ്ഷൻ 2 കൊടുക്കാൻ പറ്റും. അത് ചില സ്ഥലങ്ങളിൽ ഡിസ്ക്രിപ്ഷൻ കാണിക്കും. അപ്പൊ ആ പേജിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക സെപ്പറേറ്റ്. ഇപ്പൊ രജിസ്ട്രേഷന്, അതുപോലെ ലീഡ് എടുക്കാൻ, ഇങ്ങനത്തെ കേസിനൊക്കെ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ലിങ്കും കാര്യങ്ങളും അതിന് കൊടുക്കാൻ പറ്റും.
ആ ലിങ്ക് ട്രാക്ക് ചെയ്യാൻ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എൻഡിങ് ഡേറ്റ് അങ്ങനെ ഷെഡ്യൂൾ ചെയ്യാനും പറ്റും കേട്ടോ. ഇന്ന ഡേറ്റ് ഇന്ന ദിവസം ഇന്ന ലിങ്ക് ഇന്ന ദിവസം ഇന്ന ലിങ്ക് എന്നൊക്കെ രൂപത്തിൽ കൊടുക്കുക. അപ്പൊ ഇവിടെ രണ്ടെണ്ണാണ് ഉള്ളത്. അപ്പൊ ഈ രണ്ടും എന്ത് ചെയ്യുക, ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഉം. ഇത് ഓട്ടോമാറ്റിക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഇവർ തന്നെ എന്ത് ചെയ്യും, എടുത്തിട്ട് വന്നോളും. ഇവിടെ കണ്ടന്റ് കൂടെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഉം. അപ്പൊ ഞാൻ അത് രണ്ട് സെലക്ട് ചെയ്തു. അവിടെ രണ്ട് സൈറ്റ് ലിങ്ക് കൊടുത്തു. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ വരും, നമ്മുടെ ആഡ് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ. അത് കഴിഞ്ഞ് കാൾ ഔട്ട് എക്സ്റ്റൻഷൻ ഉണ്ട്. കാൾ ഔട്ട് എക്സ്റ്റൻഷൻ കാൾ ഔട്ട് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ സാധാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കൂലേ, ഇപ്പൊ ഇതാണ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തത്. ഇതിന് ശേഷം എന്തെങ്കിലും അഡീഷണൽ കൊടുക്കണമെങ്കിൽ അവിടെ കൊടുക്കാം. അപ്പൊ നമ്മുടെ കോഴ്സുകൾ വളരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇവിടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഒക്കെ കൊടുക്കട്ടോ. ഉം. പ്രൊഡക്റ്റിന് വേറെ തന്നെ സെപ്പറേറ്റ് സാധനം ഉണ്ട്. ഇതൊന്നും കൊടുത്താൽ തീരൂല. ഇത് കുറെ ഉണ്ട്. ഇതെല്ലാം ഗൂഗിളായിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ട് അറിയാൻ കാരണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പൊ നിലവിലുള്ള ഡിസ്ക്രിപ്ഷന്റെ കൂടെ എന്ത് ചെയ്യും, ഓരോ പോയിന്റ് കോമ ആയിക്കാണ്ട് കുറച്ചും കൂടെ കണ്ടന്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇതിനാണ് കാൾ ഔട്ട് എക്സ്റ്റൻഷൻ എന്ന് പറയാം. അഡീഷണൽ കൊടുക്കുന്ന കുറച്ചും കൂടെ കണ്ടന്റ് കൊടുക്കാണ്ടാവും. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റ് ഇതാണ് ഡിസ്ക്രിപ്ഷന്. അത് 90 ക്യാരക്ടർ ആണ്. 90 ക്യാരക്ടർ. അതിന് ശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ്, വെബ് ഡെവലപ്മെന്റ് കോഴ്സ് ഇങ്ങനെ കൊടുത്തു. ഉം. അപ്പൊ ആ നാലിനാണിത്. അത് കൊടുക്കാം. ഇത് നമുക്ക് ഗ്രേഡ് ചെയ്തിട്ട് കൊടുക്കണം, കൊടുക്കാതിരിക്കാം. ഉം. അപ്പൊ കാൾ ഔട്ട് എക്സ്റ്റൻഷൻ കൊടുത്തു. പിന്നെ ഇവിടെ മോർ അസറ്റ് ടൈപ്പ് ഉണ്ട്. ഒരുപാട് ഐറ്റം ഉണ്ട് ഇതേപോലെ. ഒന്ന് പ്രൊമോഷൻ, ആഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ആഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് ചില പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിലേ നമ്മൾ അതിന്റെ പ്രൈസും കാര്യമൊക്കെ കൊടുത്തിട്ട് സാധനം കൊടുക്കുമല്ലോ. ഇപ്പോ ഇങ്ങനെയാണ് ഉണ്ടാവും ചില ആഡിന്റെ താഴത്ത് ഓഫർ പ്രൈസ് ഒക്കെ. അത് നമുക്ക് ഹോളിഡേ, ഇൻഡിപെൻഡൻസ് ഡേ, ലേബേഴ്സ് ഡേ, മദേഴ്സ് ഡേ അങ്ങനെ പല പേരിൽ എന്ത് ചെയ്യുക, റംദാന് വേണ്ടിയിട്ട്, അതുപോലെ സ്പ്രിംഗ് സെയില്, സിംഗിൾ സെയില്, സമ്മർ സെയില്, വാലന്റൈൻസ് ഡേ സെയില്, വുമൻസ് ഡേ, അങ്ങനെ സ്പെഷ്യൽ ഡേ ഓഫറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അതിന് കറൻസി നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ പൈസ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓഫറൊക്കെ ഇട്ടാണ് കൊടുക്കുക. ഇപ്പോ മാൻഡേറ്ററി ആക്കണോ അത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണ 10%. 10% ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇത് പ്രൊഡക്റ്റിനാണ് ഏറ്റവും ബെറ്റർ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് 10% ഡിസ്കൗണ്ട് എന്ത് ചെയ്യാ, ഞാൻ കൊടുത്തു. ഇനി അതിന് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് അതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഓക്സ്ഡോ അപ്പൊ അതിന്റെ സെപ്പറേറ്റ് ലിങ്ക് എന്ത് ചെയ്യണം, ഞാൻ അവിടെ ലിങ്കും കൊടുത്തു. ഇതാണ് നിങ്ങള് 10% ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇവിടെ നിങ്ങൾ പ്രൊഡക്റ്റ് ആണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കാറ്റഗറി ഒക്കെയാണ് കൊടുക്കുക, എങ്ങനെ പറ്റും. അപ്പൊ അതിന് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്താൽ ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സെഷനിൽ പോകും. മനസ്സിലായോ? ഉം. ഇവിടെ ഓൺ ഓർഡേഴ്സ് ഓവർ ഉണ്ട്, പ്രൊമോ കോഡ് ഉണ്ട്. പ്രൊമോ കോഡ് കൊടുത്തിട്ടുണ്ടപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രൊമോ കോഡ് കൊടുക്കാൻ ഓപ്ഷൻ കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന രീതി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഉം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ പ്രൊമോ കോഡ് ഇവിടെ കൊടുത്താൽ മതി. ആ പ്രൊമോ കോഡ് പോലെ അടിക്കണമെങ്കിൽ ഇന്ന പേജിക്ക് പോവുക, അങ്ങനെ കണ്ടീഷൻസ് ഒക്കെ കൊടുക്കാം. ഇത് മെയിൻ ആയിട്ട് ഇപ്പൊ പ്രൊഡക്റ്റിനൊക്കെ പറ്റും. നിങ്ങൾക്ക് ഏത് കാറ്റഗറി, ഇപ്പൊ മൊബൈൽ കേസ്, ഇപ്പൊ മറ്റേ അൻവർഖാന്റെ ബിസിനസ് പ്രൊഡക്റ്റ് ബേസ് ആയതുകൊണ്ട്, അതുപോലെ മെഗാവിറ്റിന്റെ പ്രൊഡക്റ്റ്, അതിനൊക്കെ എന്ത് ചെയ്യുക, ഈ രീതിയിൽ അടിപൊളിയായിട്ട് കൊടുക്കുക. അത് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എൻഡിങ് ഡേറ്റ്, അതിന്റെ ഷെഡ്യൂളിങ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മറ്റേ പോലെ തന്നെയാണ്. അപ്പൊ അതിങ്ങനെ കൊടുക്കുക. ഉം.
അപ്പൊ പ്രൊമോഷൻ തന്നു. പിന്നെ വേറെ കാര്യം, ഇതൊക്കെ കൂടെ കൊടുക്കരുത്. കാരണം ഒന്നോ രണ്ടരൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ, എല്ലാം കൂടെ വർക്കൗട്ട് ആവില്ല കേട്ടോ. മാറി മാറി വരെ കാരണം. അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങളെ ബിസിനസ്സിന് ചൂസ് ചെയ്യണമെന്ന് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന പ്രൈസസ് ആണ്. നമ്മൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഓരോ പ്രൈസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക പ്രൈസ് ടാഗ്. ഇപ്പൊ ഇവിടെ USD, ഇന്ത്യൻ ഡോളർ ഒക്കെ ഉണ്ടാവണം. ഇന്ത്യൻ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ബ്രാൻഡ്, ഇവന്റ്, ലൊക്കേഷൻ, നൈബർഹുഡ്, പ്രൊഡക്റ്റ് കാറ്റഗറി, പ്രൊഡക്റ്റ് ടയേഴ്സ്, സർവീസ് കാറ്റഗറി, സർവീസ് ടയേഴ്സ്, സർവീസ്. നമുക്ക് പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ ഇവന്റ്സ് ആണോ ഒക്കെ അതിനൊക്കെ ബേസ് ചെയ്ത് മാറ്റി കൊടുക്കുക. പ്രൈസ് ഫ്രം ഇത്ര മുതൽ ആവറേജ് അല്ലെങ്കിൽ നോ ക്വാളിഫയർ, അതായത് ഇത്ര മുതൽ ഇത്ര വരെ അങ്ങനെ കണ്ടീഷൻസും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ ഫ്രം അല്ലെങ്കിൽ അപ് ടു ആവറേജ്. ഡിസ്കൗണ്ട് ഒക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ DM എന്ന പ്രൊഡക്റ്റ്, അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, 40,000 റുപ്യ അതിന്റെ പാക്കേജ് പെർ മന്ത്. ഇപ്പോഴാണ്ടെങ്കിൽ ഇവിടെ അതിന്റെ പേര്, പ്രൊഡക്റ്റിന്റെ പേര് മന്തിന്, അത് സർവീസ് സെക്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെ മന്ത് എന്നുള്ള രൂപത്തിൽ തന്നെ. പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ് രൂപത്തിൽ വരും. 40K ഇങ്ങനെ ഓരോ ടാഗ് ആയിട്ട് എന്ത് ചെയ്യാൻ, ഡിസ്ക്രിപ്ഷൻ അതിന് സെപ്പറേറ്റ് URL, അതിന്റെ മൊബൈൽ URL ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. കിട്ടിയോ? ഹലോ ഹലോ. ആ അതെ ഓക്കെ. ഓക്കെ ഓക്കെ. അങ്ങനെ പ്രൈസ് ആഡ് ചെയ്യാം. പിന്നെ കാൾസ്. കാൾസ് പറഞ്ഞാൽ നമുക്ക് ആഡിന്റെ താഴെ നമ്മളെ കാൾ ബട്ടൺ കൊടുക്കാൻ പറ്റും. ഇത് അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാൾ പോകും. അപ്പൊ അതിന് ഇവിടെ എന്ത് ചെയ്യുക, നമ്മളെ കൺട്രി കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്പറും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇന്ത്യ, ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ കാൾ 2-3-4 ടൈപ്പ് ഉണ്ട് കേട്ടോ. യൂസ് അക്കൗണ്ട് സെറ്റിംഗ് കാൾ ഫ്രം ആഡ്സ്, കാൾ ആഡ്സ് ഉണ്ട്, കാൾ ഫ്രം ആഡ്സ് ഉണ്ട്, സ്മാർട്ട് ക്യാമ്പയിൻ ആഡ് ക്ലിക്ക് കാൾ ഉണ്ട്. ഈ സ്മാർട്ട് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ കാൾ കറക്റ്റ് മെഷർ ചെയ്യാം. സ്മാർട്ട് ക്യാമ്പയിനിൽ ഒരു ടൈപ്പ് കാൾ ഉണ്ട്, ആ കാൾക്ക് പോകും. മറ്റേത് രണ്ട് കാൾ പറഞ്ഞ സെപ്പറേറ്റ് നമുക്ക് ഇതിൽ സെറ്റിംഗ്സിൽ നമ്മൾ കാളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൾ ഒന്ന് ഗൂഗിളിന്റെ നമ്പർ എന്ന കാര്യം ഇവിടെ കാണിക്കുക, ഗൂഗിളിന്റെ നമ്പർ ആയിരുന്നു. കാൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിളെ കൂടെയാണ് നമുക്ക് കാൾ കണക്ട് ആവുള്ളൂ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും. ഫസ്റ്റ് ഹലോ എന്ന് പറയുന്നതൊക്കെ. രണ്ടാമത്തത് നോർമൽ ടൈപ്പ് കാൾ, നമ്മൾ നേരെ നമ്മുടെ നമ്പർക്ക് വരുന്നത്. സ്മാർട്ട് ക്യാമ്പയിൻ കാൾ കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, കാൾ അനലൈസ് ചെയ്യാനൊക്കെ പറ്റും. സ്മാർട്ട് ക്യാമ്പയിൻ ഡീറ്റെയിൽസ് കാണിക്കും. അതിനുള്ള ഓപ്ഷൻ ആട്ടോ. അങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ ഏത് ടൈപ്പ് ആഡ് കാർഡാണ് വേണ്ടതെങ്കിൽ കൊടുക്കുക, നമ്പർ കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പൊ നമ്മൾ ആഡിന്റെ താഴത്ത് എന്ത് ചെയ്യും, കാൾ ബട്ടൺ വരും. പിന്നെ സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ്. സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കൊടുക്കും. ഇപ്പൊ നേരത്തെ ഡിസ്ക്രിപ്ഷന്റെ താഴത്ത് നമ്മൾ കാൾ ഔട്ട് എക്സ്റ്റൻഷൻ കൊടുത്തില്ലേ, ഇതേപോലെ തന്നെ വാല്യൂസ്. ഈ വാല്യൂസ് എന്ന് പറഞ്ഞപ്പോ ബ്രാൻഡ്, കോഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാം, ഡെസ്റ്റിനേഷൻ, ഫ്യൂച്ചർ ഹോട്ടൽസ്, ഇൻഷുറൻസ് കവറേജ്, മോഡല്. ചില മോഡലൊക്കെ ഉണ്ടാവും, ഷോസ്, സ്റ്റൈല്, ടൈപ്പ്, സർവീസ് കാറ്റലോഗ്, ഇങ്ങനെ പല കാറ്റഗറിയിൽ എന്ത് ചെയ്യുക, നമുക്ക് വാല്യൂസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ സർവീസ് കാറ്റലോഗ് ആണെങ്കിൽ സർവീസ്, സ്റ്റൈല്, ടൈപ്പ്, ബ്രാൻഡ്, കോഴ്സ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഞാൻ നേരത്തെ അവിടെ കൊടുത്ത അതേ സംഭവം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓരോ കോഴ്സ് ആയിട്ട് കൊടുക്കുക. മനസ്സിലായോ? അടുത്തത് ലീഡ് ഫോം. നമ്മള് മെറ്റയില് ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്തില്ലേ, അപ്പൊ അതേപോലെ തന്നെ ഗൂഗിളിൽ എന്ത് ചെയ്യുക, ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യുക. അവിടെ ഹെഡ്ലൈന്, നെയിം, ഡിസ്ക്രിപ്ഷന് കാര്യം കൊടുക്കുക. നമുക്ക് എന്തൊക്കെയാണ് ആൾക്കത് വേണ്ടത്, നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ, ഇതൊക്കെ ടിക്കറ്റ് കൊടുക്കുക. ഏതൊക്കെ വേണ്ട, സിറ്റി, പോസ്റ്റൽ കോഡ്, സ്റ്റേറ്റ്, കൺട്രി, വർക്ക് ഫ്രം, വർക്ക് ഇൻഫർമേഷൻ, കമ്പനി നെയിം, ജോബ് ടൈറ്റിൽ, എന്തൊക്കെ നമുക്ക് വേണം അതൊക്കെ ടിക്കറ്റ് കൊടുക്കുക. ലാംഗ്വേജ് കൊടുക്കുക. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ക്വസ്റ്റ്യൻസ് കൊടുക്കുക. ബിസിനസ്, എഡ്യൂക്കേഷൻ, പല ടൈപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കണമെങ്കിൽ ഇവിടെ കുറെ സാമ്പിൾ ക്വസ്റ്റ്യൻസ്, വിച്ച് പ്രോഗ്രാം ആർ യു ഇൻട്രസ്റ്റഡ്, അതൊക്കെ നമുക്ക് കോഴ്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കാം. അതിന് ആൻസറും കൂടെ കൊടുക്കുക. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൊടുക്കുക. പ്രൈവസി പോളിസിന്റെ ലിങ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ നിന്ന് കൊടുക്കണം കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇമേജ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇമേജ് കൊടുക്കാം. ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലീഡ് ഫോമിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ എന്ത് ചെയ്യും, ഒരു ഇമേജും കാര്യങ്ങളൊക്കെ വരും. പിന്നെ സബ്മിഷൻ ലാസ്റ്റ് താങ്ക്സ് നോട്ടാണ്. അപ്പൊ താങ്ക് യു, വിൽ കോൺടാക്ട് സൂൺ, ഇവിടെ വെബ്സൈറ്റിന് ലിങ്ക് കൊടുക്കാം.
ബട്ടണ് ലേൺ മോർ, കോണ്ടാക്ട്, ഡൗൺലോഡ്, ഗെറ്റ് ഓഫർ, കോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറി ബട്ടൺസ് ഉണ്ട്. ഇത് ഏത് ബട്ടണാണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ കാൾ ടു ആക്ഷൻ ഡിസ്ക്രിപ്ഷൻ, നമുക്ക് ഇവിടെ ബട്ടന്റെ താഴെ ഇപ്പോൾ വെബ്സൈറ്റ് വിസിറ്റ് വെബ്സൈറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക. ഇവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള താങ്ക്സ് നോട്ടിന്റെ ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഡെലിവറി ഓപ്ഷൻ, ഇത് വെബ് ബുക്ക് എന്ന് പറഞ്ഞത് ഇത് ഒരു CRM സോഫ്റ്റ്വെയർ വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്കിത് ട്രാക്ക് ചെയ്യാനാണ്. ട്രാക്ക് ചെയ്യാറിനാൽ ഇവിടുന്ന് ലീഡ് വരുന്നത് ഓട്ടോമാറ്റിക് നമ്മൾ CRM സോഫ്റ്റ്വെയർക്ക് വരും. ഞാൻ ആ മെറ്റ എടുത്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ CRM സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെബ് ബുക്ക് ഇന്റഗ്രേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കീ കൊടുത്തിട്ട് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീഡ് ഫോം ആയി. ആ ലീഡ് ഫോം ഇവിടെ വരും. ഇവിടെ ഒരുപാട് ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ക്യാമ്പയിൻ ഏത് വേണമെന്നുള്ളത് ഇവിടെ ടിക്കറ്റ് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ അടുത്തത് ആപ്പ്. നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ, ആൻഡ്രോയിഡോ iOS, അതിന്റെ ലിങ്ക്, അതിന്റെ ടെക്സ്റ്റ് ഈ രൂപത്തിലാണ് വരും. ഒരുപാട് ആഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഇൻസ്റ്റാൾ നൗ ആപ്പ് എന്നുണ്ട്. ഇവിടെ പല രീതിയിൽ നമുക്ക് കൊടുക്കണം. ഇൻസ്റ്റാൾ നൗ എന്നോ ഡൗൺലോഡ് നൗ എന്നോ കൊടുക്കുക, അതിന്റെ ലിങ്ക് കൊടുക്കുക. പിന്നെ അത് ഷെഡ്യൂൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും, അത് ട്രാക്ക് ചെയ്യാനും പറ്റും. അത് എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡിന്റെ താഴെ അത് കൊടുക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ പറഞ്ഞ സാധനം എല്ലാം കൂടെ കൊടുക്കരുത് ഒരിക്കലും. കാരണം നമ്മളിവിടെ കുറേ സാധനം ഉണ്ട്. അതായത് സൈറ്റ് ലിങ്ക് ഉണ്ട്, കാൾ ഔട്ട് ഉണ്ട്, അതുപോലെ പ്രൊമോഷൻസ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, കാൾസ് ഉണ്ട്, സ്ട്രക്ചർ, സ്നിപ്പറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലീഡ് ഫോം ഉണ്ട്, ആപ്പ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൊടുത്താൽ വർക്ക് ചെയ്യൂല. ഏതെങ്കിലും ഒരു കാറ്റഗറി ഫോക്കസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ട്രാക്ക് ചെയ്യാനുള്ളതാണ്. ഇത് ഡൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പയിൻ എന്ത് ചെയ്തു സെറ്റായി. അപ്പൊ അവിടെ കാണാൻ പറ്റും ആഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഭവത്തിനുള്ളിലാണ് കീവേഡ് വരിക. അതിനുള്ളിൽ ആഡ് വന്നു. ഇനി ഇവിടെ മൾട്ടിപ്പിൾ ആഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു ക്യാമ്പയിനുള്ളിൽ മൾട്ടിപ്പിൾ ആഡ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് ഓരോ പ്രൊഡക്റ്റും അതിന്റെ ഫോട്ടോസും കാര്യം അങ്ങനെ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഓരോ കോഴ്സ് ബേസ് ചെയ്തെങ്കിൽ ഡിഫറെന്റ് സർവീസ് ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് ഇവര് ആവറേജ് പറയുന്ന ബഡ്ജറ്റ് റെക്കമെൻഡ് ചെയ്യുന്ന 410 രൂപയാണ് പെർ മന്ത് ഡേ വരുന്നത്. അവിടെ വീക്കിലി കൺവേർഷൻ 35.4 കൺവേർഷൻ നടക്കും. കോസ്റ്റ് കൺവേർഷൻ 81 റുപ്യ നമുക്കൊരു കൺവേർഷൻ വരും. വീക്കിലി കോസ്റ്റ് 2870 റുപ്യ വരും. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റിക്കാണ്ടോ അല്ലെങ്കിൽ ഇവിടെ സെറ്റ് കസ്റ്റം ബഡ്ജറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് എത്രയും വേണ്ടത് അങ്ങനെ കൊടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ക്യാമ്പയിൻ റിവ്യൂ സെക്ഷൻ ആണ്. ഇവിടെ നമ്മൾ ചെയ്ത ക്യാമ്പയിൻ കംപ്ലീറ്റ് കാണിക്കും. ഇത് കംപ്ലീറ്റ് ഒന്ന് റിവ്യൂ ചെയ്യുക. അവിടെ ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ സ്കോർ ഒക്കെ കാണാൻ പറ്റും. ഇത് അത്യാവശ്യം സ്കോറൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം കേട്ടോ, എന്നാലാണ് നല്ല രീതിയിൽ പെർഫോം. ഇപ്പൊ 90% ഒപ്റ്റിമൈസർ ആണ്. ഈ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുത്താൻ പറ്റും. അങ്ങനെ ബഡ്ജറ്റ് ഇപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് അവിടെ ഒരു യെല്ലോ മാർക്കിൽ വാണിംഗ് കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ ക്യാമ്പയിന്റെ നെയിം എല്ലാം ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. 37 കീബോർഡ് കൊടുത്തു, പ്രൈസ് കൊടുത്തു. അങ്ങനെ പബ്ലിഷ് ക്യാമ്പയിൻ കൊടുത്താൽ എന്ത് ചെയ്യും, ക്യാമ്പയിൻ പബ്ലിഷ് ആയി. അപ്പൊ ഇവിടെ ഇങ്ങനെ വരും. ഇതിപ്പോ ക്യാമ്പയിൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി പോളിസി റിവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇംപ്രഷൻ അപ്കമിങ് ഉണ്ട്, കൺവേർഷൻ ഉണ്ട്. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഇപ്പൊ റിവ്യൂലാണ്. റിവ്യൂ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ആക്റ്റീവ് ആവും. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാമ്പയിൻ ചെയ്യാം. ഇപ്പൊ ആ ക്യാമ്പയിന്റെ കീവേഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അവിടെ ക്യാമ്പയിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻസിലാണ് എന്തുള്ളത്, ഇവിടെ ക്യാമ്പയിൻസ് എന്ന ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെ ആഡ്. ഇവിടെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡിന് എന്തെങ്കിലും റെക്കമെൻഡ് ഗൂഗിളിന്റെ ഭാഗത്ത് കുറെ സജഷൻസ് ഉണ്ടാവും. അത് കാണിക്കേണ്ട സ്ഥലമാണ്. അപ്പൊ ഓവർവ്യൂ എടുക്കുക. ഓവർവ്യൂല് നമ്മുടെ ആഡ് ഇവിടെ കാണാൻ പറ്റും. ക്ലിയർ ആണോ? ഹലോ. ഇത് മറ്റേനേക്കാൾ നല്ല കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ കൂടിയതാണ്. അപ്പൊ കുറച്ച് ഒരു ഇതുണ്ടാവും. ഇത് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ടൈപ്പ് ക്യാമ്പയിൻസ് ചെയ്ത സെറ്റ് ആവണം. എന്നാലാണ് എന്ത് ചെയ്യുള്ളൂ, ഇതിലൊരു എക്സ്പേർട്ട്നെസ് വരുള്ളൂ. കാരണം ഇതേ നിങ്ങൾ വേറെ ഇപ്പൊ നിങ്ങളെ സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ ഡിസൈന് മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഡാഷ്ബോർഡ് ചിലപ്പോൾ ഡിസൈൻ മാറാൻ സാധ്യതയുണ്ട്. ഓരോ ആൾക്കാരിലും ചിലപ്പോൾ വ്യത്യസ്ത രീതിയിലാണ് എന്ത് ചെയ്യുക. ഇപ്പൊ നമ്മൾ ചെയ്ത ആഡ് ഇതാണോ അവിടെ കാണാൻ പറ്റും. അപ്പോ
ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഇതിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യം ഇതൊക്കെ ഇതിൽ വരുന്ന ഓപ്ഷൻസ് ആണ്. അപ്പൊ മറ്റിനേക്കാളും കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിട്ടോ, ഒരു ക്യാമ്പയിന് സെർച്ച് ക്യാമ്പയിൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വിവരം പറയും. ഓക്കെ, ഓക്കെ. വൈൻഡപ്പ് ചെയ്യല്ലേ?